ഇപ്പോൾ നൽകാൻ കഴിയുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് ഈ റിസൾട്ട് വന്നതിന് ശേഷം ഒരു പ്രധാനപ്പെട്ട പാർട്ടി എൻ ഡി എയുടെ ഭാഗമായി മാറുന്നു. മധ്യ തിരുവിതാംകൂറിലടക്കം വേരോട്ടമുള്ള പഴയ ഒരു പാർട്ടിയാണ്, ശക്തമായ ഒരു പാർട്ടിയാണ്. ആ പാർട്ടി BJPയുമായി ചർച്ചകൾ നടത്തിയിരിക്കുന്നു, ഡീലുകൾ എല്ലാം ഉറപ്പിച്ചിരിക്കുന്നു. അവർ ഉടൻ എൻ ഡി എയുടെ ഭാഗമായി മാറും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇല്ലെങ്കിൽ അവരുടെ ഒരു പ്രഖ്യാപനം ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിന് വന്നതിന് ശേഷം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ അത് BJPക്ക് അവരുടെ മുന്നേറ്റത്തിന് വളരെയധികം സഹായിക്കും. കാരണം ഇപ്പോൾ തന്നെ ക്രിസ്തീയ വിഭാഗങ്ങൾക്കിടയിൽ അവർക്ക് കടന്നു കയറാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കടന്നു കയറത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലേക്കായിരിക്കും ആ ഒരു രാഷ്ട്രീയ പാർട്ടി കൂടി വന്നു കഴിഞ്ഞാൽ. കാരണം കേരള രാഷ്ട്രീയത്തിൽ ഒരു നിർണായക ഘടകമായ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയാണ് എത്തുന്നത്. ഏതായാലും അതിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. അതിൻ്റെ ചർച്ചകളും മറ്റുമൊക്കെ പൂർത്തിയാക്കിയതായിട്ടാണ് വിവരം. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അടിമുടി കേരളത്തിൽ BJP മാറുവാനുള്ള ശ്രമത്തിലാണ്. മുന്നണി സംവിധാനങ്ങൾ തന്നെ മാറ്റി മറിക്കുവാനുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള ചർച്ചകൾ കഴിഞ്ഞ് കുറേ നാളുകളായി നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മധ്യ തിരുവിതാംകൂറിലടക്കം മലയോര മേഖലയിലടക്കം വലിയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി NDAയുടെ ഭാഗമായി മാറുന്നത്. ന്യൂസ് ഡെസ്ക്, മുസ്ലിം മലയാളം.